നമസ്കാരം. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സിറിയയിൽ പ്രസിഡന്റ് ബാഷർ അസദിനെ അട്ടിമറിച്ച് വിമതസേന ഭരണം പിടിച്ചെടുത്തിരുന്നു. ഇതിനെ തുടർന്ന് ബാഷറും കുടുംബവും റഷ്യയിൽ അഭയം തേടി. ബാഷർ രാജ്യം വിട്ടതിന് പിന്നാലെ മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന പല സംഭവങ്ങളും പുറത്തു വന്നിരുന്നു. ഇനിയൊരു പുതിയ സിറിയ ഉണ്ടാകാൻ പോവുകയാണ്. അതെ, പുതിയ സിറിയയെ കെട്ടിപ്പടുത്താനുള്ള ശ്രമത്തിലാണ് ഗൾഫ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ. അമേരിക്ക ഉപരോധത്തിൽ ഇളവ് പ്രഖ്യാപിച്ചതോടെ സഹായ ദൗത്യം വേഗത്തിലാക്കുകയാണ് എല്ലാവരും. 800 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന 2 കപ്പലുകൾ സിറിയയിലേക്ക് അയക്കാൻ ഖത്തറും തുർക്കിയും തീരുമാനിച്ചു. പിന്നാലെ വിമാന സർവീസ് ഖത്തർ ആരംഭിക്കുകയും ചെയ്തു. സിറിയയിലെ വിമതർക്ക് എക്കാലത്തും പിന്തുണ നൽകിയ രാജ്യമാണ് ഖത്തർ. ബാഷർ അസദ് സർക്കാരുമായി 2011 ബന്ധം അവസാനിപ്പിച്ച ഖത്തർ 13 വർഷത്തിന് ശേഷമാണ് വിമാന സർവീസ് ആരംഭിച്ചത്. ദമാസ്കസിൽ എംബസി വീണ്ടും തുറക്കുകയും ചെയ്തിട്ടുണ്ട്. സിറിയയിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം ഖത്തർ ഏറ്റെടുക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. കൂടുതൽ കാര്യങ്ങളിലേക്ക് വന്നാൽ, പുതിയ വിദേശകാര്യ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സിറിയൻ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു. എല്ലാ സഹായവും സൗദിയും ഖത്തറും UAEയും ഉറപ്പു നൽകിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിന്റെ ഭാഗമായിട്ടാണ് സിറിയയിലെ സർക്കാർ ജോലിക്കാർക്ക് ശമ്പളം നൽകാൻ ആലോചിക്കുന്നതത്രേ. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇക്കാര്യത്തിൽ സാമ്പത്തിക സഹായം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 12.5 ലക്ഷം പേരാണ് സിറിയയിലെ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നത്. $12 കോടി പ്രതിമാസ ശമ്പളമായി ഇവർക്ക് വേണ്ടിവരുമെന്നാണ് കരുതുന്നത്. ശമ്പളം 400% വർദ്ധിപ്പിക്കാമെന്ന് പുതിയ സിറിയൻ ഭരണകൂടം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. ശമ്പളം ഖത്തർ നൽകുന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം ലഭിച്ചിട്ടില്ലെന്നും പൊതുവായ സഹായ വാഗ്ദാനമാണ് കിട്ടിയതെന്നും സിറിയൻ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. സിറിയയിലെ ജോലിക്കാർക്ക് ശമ്പളം നൽകുന്നത് സഹായിക്കാൻ ഖത്തർ ഒരുങ്ങുന്നുവെന്നാണ് സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത്. സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇക്കാര്യത്തിൽ സഹായിക്കുമെന്നും പറയുന്നുണ്ട്. എന്നാൽ ഖത്തർ ഭരണകൂടം ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എങ്കിലും അമേരിക്ക ഇളവ് പ്രഖ്യാപിച്ചതോടെ നടപടി വേഗത്തിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിറിയൻ വിമതർക്ക് എക്കാലത്തും ഖത്തർ പിന്തുണ നൽകിയിരുന്നു. വൈദ്യുതിക്ക് ആവശ്യമായ സൗകര്യം ഒരുക്കാൻ ഖത്തർ മുന്നിലുണ്ട്. മാത്രമല്ല, അടിസ്ഥാന സൗകര്യ വികസനത്തിന് സഹായിക്കുമെന്നാണ് വിവരം. മാനുഷിക സഹായം എത്തിക്കാൻ ഖത്തറും സൗദിയും UAEയും എല്ലാം ഒപ്പമുണ്ട്. ഖത്തർ എംബസി വീണ്ടും തുറന്നത് ഇടപാടുകൾ വേഗത്തിലാക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദോഹ ദമാസ്കസ് വിമാന സർവീസ് ആരംഭിച്ചത് ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ സൂചനയാണ്. ഉപരോധത്തിൽ 6 മാസത്തേക്ക് അമേരിക്ക ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഖത്തർ നടത്തിയ ശ്രമമാണ് അമേരിക്ക നിലപാട് മാറ്റാൻ കാരണമെന്നാണ് പറയപ്പെടുന്നത്. ശമ്പളം നൽകുന്ന കാര്യത്തിൽ ഖത്തർ ചർച്ചകൾ നടത്തുന്നുണ്ടെന്നാണ് വിവരം. ഭക്ഷണം, മരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പിന്തുണ നൽകാമെന്ന് സൗദിയും അറിയിച്ചിട്ടുണ്ട്. ഒരു പുതിയ സിറിയ വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.